ത്രിയേക ദൈവത്തിന് സ്തുതി. വചനപുരീരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10. രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ ദിവസേന അവിടെ 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ദാനിയേലിൻ്റെ ദിനചര്യയാണ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നത്. അതുവഴി അവന് ലഭിച്ചത് രാജാക്കന്മാരെ നിയന്ത്രിക്കാൻ പോലും കഴിയുന്ന ജ്ഞാനവും വിവേകവുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉയരാത്തതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉയർച്ച ലഭിക്കണമെങ്കിൽ നിരന്തരം പതിവ് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. മദർ തെരേസയെക്കുറിച്ച് ഇപ്രകാരം കേട്ടിട്ടുണ്ട്. മദർ തെരേസ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഏറെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ തിരക്കുള്ളൊരു മനുഷ്യൻ, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളൊരു മനുഷ്യൻ മദർ തെരേസയെ കാണുവാനായിട്ട് മദർ തെരേസ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെല്ലുവാനിടയായി. പ്രാർത്ഥിക്കുന്ന സമയത്ത് മദർ തെരേസ അവരെ കാണാൻ സമ്മതിച്ചില്ല. ഇതിൽ വന്ന വ്യക്തിക്ക് അല്പം മനസ്സിന് വിഷമം തോന്നിയെങ്കിലും പിന്നീട് തെരേസ അവരോട് പറഞ്ഞു, എല്ലാവരേക്കാൾ വലിയവനായ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങയോട് സംസാരിക്കാൻ അല്പം സമയം വൈകിപ്പോയത്. ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് ദൈവത്തോട് സംസാരിച്ച് ആലോചനകൾ നടത്തിയ മദർ തെരേസയ്ക്ക് ഇത്രമാത്രം ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തുവാൻ സാധിച്ചത് ഈ പ്രാർത്ഥനയുടെ ബന്ധമാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇതൊരു കൃത്യനിഷ്ഠയായി പാലിച്ച് വ്യക്തിപരമായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ നമ്മൾക്ക് വളർന്നാൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും നാളെ നമ്മൾ എന്തു ചെയ്യുമെന്ന ആകുലതയുടെയുമെല്ലാം പിന്നിലുള്ളത് നിരന്തരമായ ഈ ദൈവബന്ധം നഷ്ടപ്പെടുന്നതാണെന്ന തിരിച്ചറിവ് ഈ പ്രഭാതത്തിലുണ്ടാകട്ടെ. ദൈവവുമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.